ഇന്ന് തന്നെ CPM തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കൃത്യമായൊരു നിർദ്ദേശം തയ്യാറാക്കും. 10 സിറ്റിംഗ് MLA-മാരാണ് CPM-ന് തിരുവനന്തപുരത്തുള്ളത്. അതിൽ നേമത്ത് മന്ത്രി വി ശിവൻകുട്ടി, വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത്, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, പാറശാല CK ഹരീന്ദ്രൻ, നെയ്യാറ്റിൻകര KA ആൻസലൻ, കാട്ടാക്കട IB സതീഷ്, അരുവിക്കര G സ്റ്റീഫൻ, വാമനപുരത്ത് DK മുരളി, ആറ്റിങ്ങലിൽ OS അംബിക, വർക്കലയിൽ V ജോയ്. ഈ 10 പേരാണ് CPM-ന് സിറ്റിംഗ് MLA-മാർ. നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരമനുസരിച്ച് ഈ 10 പേരും വീണ്ടും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. ഒരു സംശയമുള്ളത്, ആശയക്കുഴപ്പമുള്ളത് വർക്കല MLA V ജോയുടെ കാര്യത്തിൽ. അദ്ദേഹം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അതാണ് അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. പക്ഷേ അല്പസമയത്തിനും CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്താണ് ജില്ലാ സെക്രട്ടറി ചേരുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിക്കാനുള്ള സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക തയ്യാറാക്കുകയാണ്, ഒരു പ്രപ്പോസൽ തയ്യാറാക്കുകയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഉദ്ദേശം. ഒരു കാര്യം ഇപ്പോൾ ലഭിക്കുന്ന നേതാക്കളിൽ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ജോയിയും മത്സരിച്ചേക്കും. അങ്ങനെയെങ്കിൽ 10 പേരും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. ജോയിയെ മാറ്റി നിർത്തിയാൽ വർക്കല 2 തവണ തുടർച്ചയായി ജയിച്ച ആളാണ് V ജോയ്. വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചു വന്ന ആളാണ് V ജോയ്. ജോയ് മാറിയാൽ ഒരുപക്ഷെ വർക്കല നേരത്തെ UDF കുറേ നാൾ വർക്കല കഹാറൊക്കെ MLA ആയിരുന്ന മണ്ഡലമാണ്. അവിടെ ജോയ് മാറിയാൽ ഒരുപക്ഷെ അത് മണ്ഡലം നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്ന ഒരു ആശങ്ക നേതൃത്വത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ജോയ് തന്നെ മത്സരിച്ചേക്കും. മറ്റൊരു നിർദ്ദേശം പാർട്ടിക്ക് മുമ്പാകെ നേരത്തെ വന്നത്, CPM മുമ്പാകെ നേരത്തെ വന്നത്, ജോയ് മത്സരിക്കുകയാണെങ്കിൽ വാമനപുരത്ത് DK മുരളിയെ മാറ്റാം. DK മുരളി സംസ്ഥാന സമിതി അംഗമാണ്. കാരണം പുതിയ ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കേണ്ടി വരും ജോയ് മാറിയാൽ. അത് DK മുരളിയുടെ പേര് നേരത്തെ തന്നെ ചർച്ചകളുണ്ടായിരുന്ന പേരാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായതുകൊണ്ട് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കാമെന്നൊരു ചർച്ചയാണ്. പക്ഷേ ഇപ്പോൾ 2 പേരും മത്സരിക്കട്ടെ, പുതിയ ജില്ലാ സെക്രട്ടറി കണ്ടെത്താമെന്ന തരത്തിലാണ് നേതൃത്വത്തിലെ ആലോചന എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഉച്ചയോടുകൂടി ജില്ലാ സെക്രട്ടറി യോഗം അവസാനിക്കും. അതിൽ വ്യക്തമായൊരു ഉത്തരം ഈ ഒരു പ്രശ്നത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.